കോഴിക്കോടേക്ക് വണ്ടി വന്നു. കോഴിക്കോട് ഇറങ്ങുന്ന സമയമായി. ആ സമയത്ത് പെട്ടെന്ന് ഈ മനുഷ്യൻ എന്നോട് ചൂടായി. എഴുതുന്നതും വായിക്കാതിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ അത് വായിക്കുമ്പം കിട്ടുന്ന സന്തോഷം ഇല്ലാണ്ടാക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ആൾ ദേഷ്യപ്പെടും. അപ്പോൾ മറ്റിടങ്ങൾ അന്തം വിട്ട് നോക്കുകയാണ്, എന്ത് ഇയാൾ. അപ്പം ഞാൻ ആളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു. അവരെ കട്ടിൽ തലക്കൽ എൻ്റെ പുസ്തകങ്ങളാണ്. വേദന വരുമ്പോഴൊക്കെ അവർ ഈ പുസ്തകം എടുത്തിട്ട് തുറക്കും. തുറക്കുന്നിടത്ത് വായിക്കും, കിട്ടുന്നത് വെച്ചിട്ട്. എന്നെക്കാളും ഇമോഷണലായിട്ടാണ് അവരത് ഉൾക്കൊള്ളുന്നത്. ഞാൻ സത്യത്തിൽ കരഞ്ഞുപോയി. അവിടെ വെച്ച് എനിക്ക് മനസ്സിലായി, ഇതിനു വേണ്ടിയിട്ടാണ് എഴുതാൻ എന്നോട് ആരോ കൽപ്പിച്ചത് എന്ന് എനിക്ക് തോന്നിപ്പോയി. എഴുത്തുകാരി അഷിത താങ്കളുമായുള്ള സൗഹൃദത്തെ വിശേഷിപ്പിച്ചത് ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും മുറിവേൽപ്പിക്കാത്ത അത്രയും സർവ്വ സ്വതന്ത്രമായ സൗഹൃദം എന്നാണ്. അഷിത എനിക്ക് അനിയത്തിയോ എൻ്റെ കാമുകിയോ അമ്മയോ ഒന്നുമല്ല. അഷിത ഒരു സാന്നിധ്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. പ്രായം കൊണ്ട് ഒരുപക്ഷെ അഷിതയേക്കാൾ മുകളിലായിരിക്കും ഞാൻ, പക്ഷെ ഞാനായിട്ട് അവൾക്കൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അവളെനിക്ക് നിറയെ തന്നിട്ടുണ്ട്. എന്തൊക്കെയോ സന്തോഷം. ഞാൻ കഴിയുന്നപ്പോൾ നിന്നോട് സംസാരിക്കാൻ ഇമോഷണൽ ആവാണ്ട് നോക്കുകയാണ്. എത്രയാണ് അല്ല, മനോരമ വാരികയുടെ എഡിറ്ററായിട്ടുന്ന PO മോഹൻ എന്നോട് ഒരു നോവൽ ചോദിച്ചു. ഞാൻ എഴുതണം. അപ്പം എൻ്റെ മനസ്സിൽ കൃഷ്ണ വന്നു. ഈ കഥ, ആ തിരക്കഥയെല്ലാം കൂടെ വന്നപ്പം ഞാൻ അത് നോവലായിട്ട് തുടങ്ങി. ഇവിടെ വെച്ച് കൃഷ്ണ തൽക്കാലത്തേക്ക് ഞാൻ നിർത്തുന്നു, വീണ്ടും സൗകര്യം പോലെ തുടങ്ങുന്നതായിരിക്കും എഴുതിയിട്ട് അയച്ചു. ഇത് അതേപോലെ അച്ചടിച്ചു വന്നു. ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോകുന്ന പെൺകുട്ടിയല്ല അവള്. ഞാൻ സ്നേഹിച്ച്, എനിക്ക് ഭയങ്കര സ്നേഹം തോന്നിയ, എന്നെ സ്നേഹത്തോടെ സ്വീകരിച്ച അച്ഛൻ്റെ സുഹൃത്തായ ആ മനുഷ്യൻ്റെ മകളാണ്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പം എനിക്കിനി അടുത്തൊരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് പാർട്ട്ണറായിട്ട് സ്വീകരിക്കാൻ വേണ്ടി കാണാൻ തോന്നുന്നില്ല.